എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ചെയ്യുന്നത്, മുട്ടപ്പെട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 3 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വലിയ സവാള ആണെങ്കിൽ ഒരു 2 എണ്ണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങി ഞാൻ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ പേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ 4 സൈഡിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മറ്റൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ 4 സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ 2 എണ്ണം റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ 2 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടപ്പെട്ടി ഓരോന്ന് ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി ഇട്ട് നമുക്ക് പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പായി വന്നാൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ അടുത്തതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ടപ്പെട്ടി എല്ലാവരും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിച്ച് തരാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ടപ്പെട്ടി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്